ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേരിലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടൊരു ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. UK വിസ നിയമങ്ങളിൽ കടുത്ത മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അപ്പോൾ ഇങ്ങോട്ടുള്ള ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിസ നിയമങ്ങളിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ വിസ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുകയെന്ന് നമുക്ക് വരുത്തിയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് അവരുടെ മീറ്റിങ്ങിൽ നടന്ന ന്യൂസുകൾ ഇങ്ങനെ ലീക്കായിട്ട് വന്നിട്ടുള്ളൂ. പുറത്തേക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂ റൂള് വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്താൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ കറണ്ടായിട്ടുള്ള റൂൾ എന്താണെന്ന് പറയാം, എന്നാലാണല്ലോ നമ്മൾ എന്താ മാറ്റം വരുത്താൻ പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇവിടെയുള്ള ഇമിഗ്രൻസ്, അതായത് നമ്മളെപ്പോലെ വന്നിരിക്കുന്ന ആളുകൾ, വർക്ക് വിസയിലൊക്കെ വന്നിരിക്കുന്നവർ, അവർക്ക് 5 വർഷം കഴിയുമ്പോഴേക്കും ILRന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് ILR കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രയോജനങ്ങൾ എന്താണ്? അപ്പോൾ ILR എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് PR എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ILRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. ഇപ്പോൾ എനിക്ക് ILR കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വിസയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വർക്ക് വിസയിലായതുകൊണ്ട് ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 37.5 മണിക്കൂർ നമ്മൾ ഡെഫിനറ്റായിട്ട് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ILR കിട്ടിക്കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് അവേഴ്സ് കുറയ്ക്കാൻ വേണമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും ഏജൻസികളിലോ വേറെ ഹോസ്പിറ്റലുകളിൽ പോയി വർക്ക് ചെയ്യണമെങ്കിലോ, അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് പുറത്തിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് പോയി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയും എനിക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് ആളുകളെ കടന്നു വന്നിരിക്കുക, അല്ലെങ്കിൽ ഇവിടേക്ക് പെട്ടെന്ന് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു വഴിയാണ്. പെട്ടെന്ന് PR കൊടുക്കുന്നു, പെട്ടെന്ന് PR കിട്ടുന്നു, ILR കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടുതൽ ഇമിഗ്രൻസ് ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആകുന്നു. അതുപോലെ തന്നെ വരുന്നവർ പോകുന്നില്ല, ഇവിടുത്തെ ആളുകളെക്കാളും കൂടുതൽ പുറത്തുനിന്ന് വന്ന ആളുകൾ ഇവിടെ സിറ്റിസൺസ് ആയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പോഴുള്ള ILR കഴിഞ്ഞ ഗവൺമെൻറ് 8 വർഷം ആയിക്കഴിഞ്ഞാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റൂള് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് 10 വർഷം ആകുമ്പോഴേ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു റൂള് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തേക്ക് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ വിസ ഹോൾഡേഴ്സ് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിലും അതുപോലെ തന്നെ കെയറേഴ്സ് വിസയിലും ഒക്കെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിസകളൊക്കെ, കെയറേഴ്സ് വിസയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഇവിടെയുള്ള ആളുകളെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടും ഇവർ മാക്സിമം ട്രൈ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഗവൺമെൻറ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് ഇനി കെയറേഴ്സ് വിസയിൽ റിക്രൂട്ട്മെൻറ്റേ നടത്താൻ പോകുന്നില്ല. നമ്മളൊക്കെ സ്കിൽഡ് കെയറർ വിസയിൽ വരുന്നവരായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള വിസയിലുള്ള ആളുകളുടെ റിക്രൂട്ട്മെൻറ്റുകൾ ഒരു പരിധി വരെ കംപ്ലീറ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടേ അങ്ങനെ നമ്മുടെ വിസകളിലേക്കൊന്നും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നേരത്തെ ഇപ്പോൾ പണ്ടൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ, ഞാൻ വന്ന സമയത്തൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരെന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് അവർക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് നല്ല മാർക്കുണ്ടെന്നുള്ളൊരു ഒരു സർട്ടിഫിക്കേഷൻ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല, ഒരു A ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ മാത്രമേ അവരിങ്ങോട്ടുള്ള വിസ കൊടുക്കുകയുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇവർ വരുത്താൻ പോകുന്ന വിസ മാറ്റങ്ങളുടെയൊക്കെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ആളുകളുടെ തള്ളിക്കയറ്റം കുറയ്ക്കുക. അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്ന് ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരാണ് പകുതി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ പല രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു, ഇവിടെ കിടന്ന് അതിൻ്റെ പേരിൽ ആൾക്കാർ അടി ഉണ്ടാക്കുന്നു, മതത്തിൻ്റെ പേരിൽ ഇവിടെ അടി ആൾക്കാരുണ്ടാക്കുന്നു. അപ്പോൾ UK ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മജോറിറ്റി ഓഫ് ആളുകൾക്ക് മതമില്ല കേട്ടോ. മതവും ജാതി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ I am not a believer of God എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള മിക്ക പള്ളികളും, നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചുകൾ, കാത്തോലിക്സ് ചർച്ചുകളാണെങ്കിലും അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിക്ക ചർച്ചുകളും തന്നെ അടച്ചുപൂട്ടി കിടക്കും, അല്ലെങ്കിൽ പോകുന്നവർ നമ്മുടെ ഇന്ത്യൻസാണ് മജോറിറ്റി ആയിട്ട് പള്ളിയിൽ പോകുന്നവരെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പള്ളികളൊക്കെ മിക്കതും തന്നെ അടച്ചു കിടക്കും, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട്, ഒരുപാട് പഴക്കമുള്ള പള്ളികൾ അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഭംഗിയൊക്കെ കൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ കുറേ പള്ളികളൊക്കെ ചില പ്രത്യേക മതവിഭാഗക്കാർ ഏറ്റെടുക്കുകയും ചില മതങ്ങൾക്ക് ഇവിടെ കുറേ കൂടെ പ്രൊമിനൻസ് കൊടുത്ത് അതൊക്കെ പരത്താനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ UKക്ക് UKയുടേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അവർക്ക് അവരുടെ കൾച്ചർ തിരിച്ചു പിടിക്കണം എന്നവർക്ക്, അതായത് അവരുടെ ന്യൂ ജനറേഷൻ അവരുടെ തന്നതായിട്ടുള്ള കൾച്ചറിൽ തന്നെ വളർന്നു വരണം എന്നവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടൊക്കെ കൂടി ആയിരിക്കണം അവരിപ്പോൾ ഇങ്ങനെ കുറേ വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത്.
അപ്പോൾ അതൊരു ചെറിയ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് നിറച്ച് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഇങ്ങനെ നിലത്തൊക്കെ ഇരിക്കുന്നു, തുപ്പുന്നു. നമ്മൾ തുപ്പുന്നില്ല എന്നൊന്നും അല്ല, നമ്മളതിനൊക്കെ ബെസ്റ്റ് തന്നെയായിരുന്നു. എന്നാലും അവർ വന്നിട്ട് അവരുടെ ഒരു അതിപ്രസരം കാരണം നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതേ ബുദ്ധിമുട്ടാണ് ഇവിടെ നമ്മൾ വരുന്നത് കൊണ്ട് ഇവർക്കൊക്കെ തോന്നുന്നത്. നമ്മളിവിടെ ബംഗാളികൾ തന്നെയാണ്. നമ്മളും അതുപോലെ ഈഗർലി വെയിറ്റിംഗ് ആണ് ഇപ്പോൾ വന്നേക്കുന്ന വിസ നിയമങ്ങൾ ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും, എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും, നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എനിവേ നമുക്ക് ഡ്യൂട്ടിക്ക് കയറാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. ഈ കാർഡ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.